നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയിൽ 3 വയസ്സുകാരി തലയടിച്ചു വീണ് അതിന് ഗുരുതരമായ ആന്തരിക ക്ഷതങ്ങളേറ്റ് അതിന്റെ സ്പൈനൽ കോഡിന് വരെ ഗുരുതരമായ ക്ഷതമേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ അത് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് ഒരേ ശൈലിയിലാണ്. അംഗൻവാടി ജീവനക്കാരുടെ അനാസ്ഥ മൂലം കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത. അത് ഏകദേശം ശരി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ, അതിനെ നിവൃത്തിയുള്ളൂ. കാരണം ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ കാര്യത്തെ നിസാരമായി കാണൽ എന്നീ 2 തെറ്റുകൾ ആ അധ്യാപികയുടെ അല്ലെങ്കിൽ അവിടുത്തെ ആയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും അതിലും ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അവരുടെ അറിവില്ലായ്മ എന്നത് തന്നെയാണ്. കുഞ്ഞ് തലയടിച്ച്, പ്രത്യേകിച്ച് തലയുടെ പിൻഭാഗമടിച്ചു വീഴുമ്പോൾ ഉണ്ടാകാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ധാരണ ആ അധ്യാപികയ്ക്കോ ആയിക്കോ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. അല്ലാതെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വീണത് കുഞ്ഞിൻ്റെ വീട്ടുകാർ അറിയണ്ട എന്ന് കരുതി മനഃപൂർവ്വവും അവർ മറച്ചു വെക്കാനുള്ള സാധ്യത തീരെയില്ല. ആ ഒരു വാർത്ത വന്നപ്പോൾ എല്ലാ മനുഷ്യരും 100% പേരും ആ അംഗൻവാടി ജീവനക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടും അവരുടെ ഭാഗത്തെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടും അവരെ ശപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ഇട്ടത്. അത് ഒരു പരിധിവരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കണം. കാരണം ഒരു വികാരത്തിൻ്റെ പുറത്താണ് നമ്മുടെ ആദ്യ പ്രതികരണങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ്, അവിടുത്തെ ആയമാരുടെ നിലവാരം അല്ലെങ്കിൽ ആയമാർ എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്, അവരുടെ ജോലി എന്താണെന്നാണ് അധികൃതർ ഇവരെ പറഞ്ഞേൽപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും നമ്മളിൽ പലർക്കും വലിയ ധാരണയില്ല. 10ാം ക്ലാസ് പരാജയപ്പെട്ട ഒരാളായിരിക്കണം ഒരു അംഗൻവാടിയിലെ ഹെൽപ്പർ അഥവാ ആയ എന്നാണ് ഇവിടെ നിയമം അവരോട് പറയുന്നത്. അതനുസരിച്ചാണ് സെലക്ഷൻ നടക്കുന്നത്. അതായത് കഞ്ഞിയും ഉപ്പുമാവും ഉണ്ടാക്കി കുട്ടികളെ ശുചിമുറികളിൽ കൊണ്ടുപോയി വരാനുള്ള യോഗ്യത, അത്രയും മതി എന്നതാണ് അവരുടെ ധാരണ. എത്ര ബാലിശമായിട്ടുള്ള, എത്ര വിഡ്ഢിത്തരമാണ് ഇവർ കാണിക്കുന്നത്. അംഗൻവാടി ജീവനക്കാരെ നമ്മൾ കുറ്റം പറയുമ്പോഴും അവർക്ക് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന പരിശീലന പരിപാടികളുടെ നിലവാരം എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ. ടീച്ചർമാരുടെ കാര്യം എടുത്താൽ 60 വയസ്സോളം ഉള്ളവരായിരിക്കും പരമാവധി എല്ലാ അംഗൻവാടികളിലുമുള്ള അധ്യാപികമാർ. അവരുടെ പ്രായവുമായി അവരുടെ മാനസിക ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല ഗുരുതര പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നവരുമാണ്. ഈ പ്രീ സ്കൂളിനേക്കാളും പ്ലേ സ്കൂളിനേക്കാളും ഒക്കെ ഒരുവിധം എല്ലാ മനുഷ്യരും വിശ്വാസ്യതയോടുകൂടി ആശ്രയിക്കുന്നത് അംഗൻവാടികളെ തന്നെയാണ്. കാരണം കുറച്ചുകൂടി ഒരു വീടിൻ്റെ അന്തരീക്ഷം വെച്ച് നീട്ടാൻ അംഗൻവാടികൾക്ക് പലപ്പോഴും സാധിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. അതുമാത്രമല്ല, കുട്ടികളെ അവർ പരിചരിക്കുന്ന രീതി, അവർക്ക് ആഹാരം നൽകുന്ന രീതി, അവരുടെ മൊത്തത്തിലുള്ള വികസനം. പലരും കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളൊന്നും എഴുതുന്നില്ല, അംഗൻവാടി പോയിട്ട് പഠിക്കുന്നില്ല. ആദ്യം എന്തിനാണ് അംഗൻവാടി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി അതിന് രൂപം നൽകിയത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കാത്തതിലുള്ള ഒരു പ്രശ്നമാണത്. 1975 മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തിലാണ് അംഗൻവാടികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. അന്ന് ഇതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളായിരുന്നു, കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവും പട്ടിണി മരണവും ഒക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം. അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പോഴും അംഗൻവാടികളിൽ നമുക്കറിയാം പോഷകാഹാര വിതരണം. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാർ, ഇവരൊക്കെയാണ് അംഗൻവാടികളിലെ ഗുണഭോക്താക്കൾ. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്, ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തേണ്ടത്, അതിൻ്റെ സകല കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ ഇവരിൽ തന്നെയുള്ള അംഗൻവാടി ടീച്ചർമാരിൽ പലരും BLOമാരാണ്, അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. എത്ര വീടുകളുണ്ടോ അത്രയും വീടുകളിൽ കയറി ഇറങ്ങി വോട്ടർമാരുടെ സകല വിവരങ്ങളും ശേഖരിച്ച് മരണപ്പെട്ടവരെത്ര, ജീവിച്ചിരിക്കുന്നവരെത്ര, വോട്ട് ഉള്ളവരെത്ര, ഇല്ലാത്തവരെത്ര, വിദേശത്ത് പോയവരെത്ര തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ ശേഖരിക്കുന്നുണ്ട്. ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 13,000 രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഒരു അംഗൻവാടി ടീച്ചർ വാങ്ങിക്കുന്ന ശമ്പളം. ഹെൽപ്പർ വാങ്ങിക്കുന്നത് 8,000, 9,000 രൂപയാണ് ഹെൽപ്പർക്ക് കിട്ടുന്നത്. ഈ 13,000 കിട്ടിയാലും ഇവരുടെ ക്ഷേമനിധിയൊക്കെ കഴിഞ്ഞ് അതിലും കുറച്ചൊരു തുകയാണ് കിട്ടുന്നത്. ഈ തുക ലഭിക്കുന്നതിൽ നിന്നാണ് മിക്ക അംഗൻവാടികളിലും തന്നെ കുട്ടികൾക്ക് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിലേക്കുള്ള പച്ചക്കറികൾക്കും അല്ലാതെ മറ്റ് ചെലവുകളും. ഇപ്പോൾ അംഗൻവാടിയിൽ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ, അവിടെ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ ചെലവുകളെല്ലാം പലയിടത്തും അംഗൻവാടി ടീച്ചർമാർ കയ്യിൽ നിന്നാണ് ചെലവാക്കുന്നത്. പിന്നീട് ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും അവർക്ക് ആ തുക തിരിച്ചു കിട്ടുന്നത്. ട്രാവൽ അലവൻസ് പോലും ഇവർക്ക് പലതിനും
കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന 13,000 രൂപയിൽ പകുതിയിലേറെ തുക ആ ഒരു ജോലിക്ക് വേണ്ടി തന്നെ, ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ അവർ ചെലവാക്കുകയാണ്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള അംഗൻവാടി ടീച്ചർമാരിൽ 99% പേരും പറഞ്ഞിരിക്കുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. വേറെ എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഈ ജോലിയുമായി തുടർന്നു പോകില്ല. അത്രത്തോളം മാനസിക ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ ഇതിലൂടെ നേരിടുകയാണ് എന്നാണ്. ഇപ്പോൾ ഈ അധ്യാപികമാരുടെ പ്രായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 10-60 വയസ്സുള്ള അധ്യാപികമാർ, അവർക്കൊരു സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം പോലും കൃത്യമായി നിർവഹിക്കാൻ അറിയാത്തവരുണ്ടായിരിക്കാം. ഇപ്പോൾ ഇവർക്ക് ഈ പോഷൻ ട്രാക്ക് എന്നൊരു ഏർപ്പാടുണ്ട്. അതായത് ഇവർക്ക് പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് ഇവർ രേഖപ്പെടുത്തുന്നതും മറ്റും. ഇത് തന്നെ പലർക്കും കൃത്യമായ ട്രെയിനിങ് ലഭിക്കാത്തതിനാൽ അവതാളത്തിലാണ്. എങ്ങനെ ചെയ്യണമെന്നറിയില്ല. പലരും വീട്ടിലുള്ള സ്വന്തം കുട്ടികളെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തു പോരുന്നത്. അവർക്ക് ആരോട് എങ്ങനെ ചോദിക്കണം, ഇതിനെക്കുറിച്ച് ഒരു സംശയം പോലും ചോദിക്കാനുള്ള അറിവില്ലായ്മ അധ്യാപികമാർക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തെ പറ്റി മാതാപിതാക്കൾ കുറ്റം പറയുന്നത് എന്ന് ഓർക്കണം. പല മാതാപിതാക്കളും കുട്ടികളെ അംഗൻവാടിയിലാക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാൻ സമയത്തോ അധ്യാപിക എപ്പോഴും ഫോണിലാണ് എന്നൊരു കുറ്റാരോപണം ഏൽക്കാറുണ്ട്. അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. ഇപ്പോൾ അംഗൻവാടി, കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു സിസ്റ്റം വന്നത്. ഇവർ അംഗൻവാടി ചെല്ലുന്നത് മുതൽ എപ്പോഴും അവർ ഫോണിൽ പ്രസന്റ് ആയിരിക്കണം. അവർ സ്മാർട്ട് ഫോൺ വഴിയാണ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്. കുട്ടികളുടെ എണ്ണം സംബന്ധിക്കുന്നത് മുതൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോഷകാഹാര വിതരണം, എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. വാസ്തവമറിയാതെ ഒരു വിഭാഗം വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടിനെ മതിക്കാതെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതും ശരിയായിട്ടുള്ള രീതിയല്ല. അധ്യാപികമാരുടെ അല്ലെങ്കിൽ അംഗൻവാടി ജീവനക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ അനാസ്ഥ എന്നത് ഒരു പരിധി വരെ നിൽക്കുന്നുണ്ട്. അതില്ല എന്ന് അടച്ചു പറയുന്നില്ല. കാരണം അവരുടെ ജോലിഭാരവും കാര്യങ്ങളും ഒന്നും കുട്ടികളുടെ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകരുത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ മാറനല്ലൂരിലുണ്ടായ സംഭവമാണെങ്കിൽ ആ അധ്യാപികയുടെ അറിവില്ലായ്മ തന്നെയാണ് അവിടെ ആദ്യം നിന്നതെന്ന് ഒരുവിധം ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ എത്ര അംഗൻവാടികളിൽ സജീവമായിട്ടുണ്ട്? എത്രയിടങ്ങളിൽ അതിൻ്റെ പരിശോധന ശക്തമായി നടത്തുന്നുണ്ട്? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇവർക്കറിയാമോ? അതിനുള്ള പരിശീലനം ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കുട്ടി തലയടിച്ച് വീഴുന്നു, കുട്ടികളാണെങ്കിൽ വീഴും. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും കുഞ്ഞു കുട്ടികൾ വീഴാറുണ്ട്. ഇപ്പോൾ അംഗൻവാടികളിൽ പൊതുവെ വിദ്യാർത്ഥികൾ കുറവാണ്. ഇന്നലത്തെ സംഭവത്തിലാണെങ്കിലും 6 കുട്ടികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിൽ കൃത്യമായിട്ടൊരു ശ്രദ്ധ എത്തിക്കേണ്ട ചുമതല അധ്യാപികയും ആയെയും ഒരുപോലെ നിർവഹിക്കേണ്ടതായിരുന്നു. എന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയോ ഉള്ളെങ്കിൽ പോലും കുട്ടികൾ വീഴും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ വീണാൽ അതുടനെ അവരൊരു ചെറിയ ഒരു വീഴ്ചയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും അത് വളരെ കാര്യമായി എടുത്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ അപ്പോൾ തന്നെ അധ്യാപിക അതിനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് വീട്ടിലറിയിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഒരു ആരോഗ്യ പരിശോധന നടത്തിയിരിക്കേണ്ടതാണ്. കാരണം വളരെ ചെറിയ കുട്ടിയാണ്. ചെറിയ വീഴ്ച പോലും ചിലപ്പോൾ വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. കുട്ടികൾക്ക് വേണ്ടി കുറേ കളർഫുൾ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനും അവരെ കളികൾ പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും മാത്രമല്ല അധ്യാപകർക്ക് പരിശീലനം കൊടുക്കേണ്ടത്. ഒരു മെഡിക്കൽ ട്രെയിനിങ്, അത്യാവശ്യം മെഡിക്കൽ കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരിക്കണം. പെട്ടെന്നൊരു വൈദ്യുതാഘാതമേറ്റാൽ അല്ലെങ്കിൽ ഓവറായിട്ടൊരു ബ്ലീഡിങ് സംഭവിച്ചാൽ കുട്ടിയുടെ മുറിവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായാൽ, അല്ലെങ്കിൽ തലയടിച്ചു വീണാൽ, പാമ്പ് കടിയേറ്റാൽ ഒക്കെ എന്തായിരിക്കണം ആദ്യം ചെയ്യേണ്ടതെന്ന് മിക്ക അധ്യാപകർക്കും അറിവില്ല. ഇതിപ്പോൾ അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുന്ന സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെല്ലാം ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ നിലവാരം പരിഗണിച്ചുകൊണ്ട് അവർക്ക് അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ്. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാ തൊഴിലാളികൾക്കും കിട്ടുന്ന അത്രയും പരിഗണനയോ പ്രാധാന്യമോ പോലും അംഗൻവാടി ജീവനക്കാർക്ക് കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 2024 അവർ വാങ്ങിക്കുന്ന ശമ്പളം 13,000 രൂപയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ബൂത്ത് ലെവൽ ഓഫീസർമാരായി പോകുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഒരു വർഷം ലഭിക്കുന്ന തുക 7,200 രൂപയാണ് ഒരു വർഷം. ഈ അംഗൻവാടി ജീവനക്കാരിൽ ഏറിയ പങ്കും ജീവിക്കാൻ മറ്റൊരു നിവൃത്തി തേടാൻ പറ്റാത്ത ആളുകളാണ്. പിന്നെ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു പോകുന്ന, ഇതിനോട് മാനസികമായി ഒരു അടുപ്പമുള്ളത് കൊണ്ട് പല തിക്താനുഭവങ്ങളും നേരിട്ട് പോകുന്നവരാണ്. ഈ എല്ലാവരെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഒരു സംഭവം ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ മാല ഊരി മാറ്റി പകരം മുക്കുവണ്ടമിട്ട ഒരു അധ്യാപിക അറസ്റ്റിലായ വിവരം. അവരും ഗതികേടിന്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതും സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടണം. അവരുടെ കഠിനാധ്വാനത്തിനും അവരുടെ കഷ്ടപ്പാടിനും ആനുപാതികമായി തന്നെ അവരുടെ വേതനം നിശ്ചയിക്കണം. ഇന്നത്തെ ഈ ഒരു കാലത്ത് 13,000 രൂപ ഒരു വീട്ടിൽ കിട്ടിയാൽ ആ ഒരു തുകയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വീടാണെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ പോകും? അതിൽ തന്നെ പകുതിയോളം തുക അവർ അംഗൻവാടിയിലെ ആവശ്യങ്ങൾക്കായി ചെലവാക്കേണ്ടി വരികയാണ്. പലപ്പോഴും പല സമരങ്ങളും പല പ്രക്ഷോഭങ്ങളും ഒക്കെ അവർ നടത്താറുണ്ട്. പലതും ശ്രദ്ധിക്കപ്പെടാതെ പോലും പോവുകയാണ്. കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്ന് ഏൽക്കുന്ന അല്ലെങ്കിൽ പ്രീ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നോ ഒക്കെ ഏൽക്കുന്ന പരിക്കുകൾ ഒരിക്കലും നമ്മൾക്ക് ചെറുതായി അല്ലെങ്കിൽ നിസ്സാരമായി കാണാനാവില്ല. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവിടുത്തെയുള്ള ജീവനക്കാർക്ക് ഒഴിഞ്ഞു മാറാനും ആകില്ല. അതേസമയം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതുകൂടി ഇതിനോടൊപ്പം തന്നെ ആലോചിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവരെ അടച്ച് കുറ്റപ്പെടുത്താതെ അവരും മനുഷ്യരാണ്, അവരും വലിയ രീതിയിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും പരിമിതികളും അനുഭവിക്കുന്നുണ്ട് എന്നുകൂടി ചിന്തിക്കാനുള്ള ബാധ്യത നമ്മുടെ സമൂഹത്തിനുമുണ്ട്.